ഇന്ന് രാത്രിയിലും ശാന്തമായ അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ചുള്ളതായ ആത്മീക പാഠങ്ങളാണല്ലോ നാം കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായി ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ടതായൊരു സത്യത്തിൻ്റെ വിശദീകരണമാണ് നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ദൈവത്തിൻ്റെ വചനം അതിൽ തന്നെ എത്രയോ കൃത്യതയുള്ളതാണ് എന്നുള്ളത് നമ്മൾ കാണുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവ് ആ വചനത്തിൻ്റെ കൃത്യത വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ വണ്ണം ഈ വചനം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ആ ബന്ധത്തിൽ നമ്മൾ സമാന്തരമായ വേറൊരു വേദഭാഗം കഴിഞ്ഞ ദിവസം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഇതേ വാക്കുകൾ തന്നെ വചനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ബന്ധത്തിൽ 2 പ്രധാനപ്പെട്ട സത്യങ്ങൾ നമ്മൾ ഓർക്കുകയുണ്ടായി. 17-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്തിലൊരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം എന്ന് പറഞ്ഞിട്ട് 18-ാമത്തെ വാക്യത്തിൽ കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം കൃത്യമായി പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് നമ്മുടെ കർത്താവ് വ്യക്തമാക്കിയത്. 19 മുതൽ 31 വരെയുള്ളതായ വാക്യങ്ങളിൽ മരണാനന്തര ജീവിതത്തെ കുറിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നമ്മുടെ കർത്താവ് നൽകുന്നു എന്നുള്ളത് നാം കാണുകയുണ്ടായി. മറ്റ് വേദഭാഗങ്ങളിലേക്ക് നമ്മൾ പോയതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ വലിയ സത്യം നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ വ്യത്യസ്തമായ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അത് ചേർത്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതിൽ തന്നെ വളരെ പ്രാധാന്യത്തോടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. നമ്മളൊരു വാക്യം കൂടി ആ ബന്ധത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് വചനത്തോടുള്ള ബന്ധത്തിൽ ഈ വിലപ്പെട്ട സത്യം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. 24-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തിച്ച ഈ സത്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വാക്യം അറിയാമെങ്കിലും ഒന്ന് വായിച്ചു പോകാം. മത്തായി 24-ന്റെ 35-ാമത്തെ വാക്യം. അപ്പോൾ ഇവിടെ എല്ലാം കർത്താവ് ദൈവവചനത്തിൻ്റെ മഹത്വവും അതിൻ്റെ കൃത്യതയും ഏറ്റവും വ്യക്തമായി പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ എന്തുകൊണ്ടാണ് കർത്താവ് ഈ പ്രതിപാദനത്തിൻ്റെ ഇടയിൽ ഈ സത്യം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് കൃത്യമായി ആചരിക്കാനുള്ളതായ ആവശ്യകതയുണ്ട്
എന്നുള്ളതാണ് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ മുഴുവനും കർത്താവ് ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏത് വിഷയമാണ് പറയുന്നത്? മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ വീണ്ടും വരവിനെ സംബന്ധിക്കുന്ന വളരെ വിലപ്പെട്ട സത്യങ്ങളാണ് ഈ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം സുവിശേഷങ്ങളിൽ ചില അധ്യായങ്ങൾ തന്നെ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളതായ കാര്യമാണല്ലോ. അത് ആവർത്തിക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ വിലപ്പെട്ട സത്യം വെളിപ്പെടുത്തുമ്പോൾ ഈ വാക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു വന്നിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്ന ഈ ദിവസങ്ങളിൽ ഈ വാക്യത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിതൊന്ന് വിശദീകരിക്കാം എന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ കർത്താവ് വീണ്ടും വരവിനോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട അനേക സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഈ പഠനത്തിൽ നമ്മൾ ചേർത്ത് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതങ്ങ് വളരെ വിസ്തൃതമായി പോകും. ഇത് വീണ്ടും വരെ ഒരു സുപ്രധാനമായ സത്യമാകൊണ്ട് ഞാൻ ഈ കാതലായ സ്റ്റേറ്റ്മെൻറ്റ് അതിനോട് ചേർത്ത് കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് നോക്കിപ്പോകാം എന്ന് വിചാരിക്കുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ അനേക സത്യങ്ങൾ പ്രവചനപരമായി കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒരു വ്യത്യസ്തതയൊന്ന് എടുത്ത് പറയട്ടെ. ഈ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ കഴിഞ്ഞ കാല ചരിത്രത്തിൽ വളരെ കൃത്യമായി നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. 24-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ദൈവാലയത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ആ ദൈവാലയത്തെക്കുറിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതായൊരു പ്രവചനം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് മനപ്പാടം അറിയാവുന്ന കാര്യമാണത്. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ദൈവാലയത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ആ ദൈവാലയത്തെക്കുറിച്ചാണത് പറയുവാൻ ഇടയായിട്ട് തീർന്നത്. അത് യഹൂദന്മാർക്ക് വളരെ പ്രയാസമുണ്ടാക്കിയതായൊരു കാര്യമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം അവരേറ്റവും പരിപാവനമായി കരുതുന്നതായ, അവരുടെ എല്ലാ പ്രതീക്ഷകളും അഭിമാനവുമായിരിക്കുന്നതായ ദൈവാലയത്തെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് അങ്ങനെ പറയുവാൻ ഇടയായിട്ട് തീർന്നത്. പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു വ്യക്തത കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനിതൊന്ന് ഓർപ്പിക്കുകയാണ്. ഈ 2-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞതൊരു പ്രവചനമാണ്. ആ പ്രവചനം 4 പതിറ്റാണ്ടുകൾ പിന്നിടുന്നതിന് മുമ്പ് AD 70 അക്ഷരാർത്ഥത്തിൽ അത് നിവർത്തിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ആ ദൈവാലയം അഗ്നിക്കിരയാക്കപ്പെട്ടു. അതിലെ സ്വർണമെല്ലാം ഉരുകി അതിൻ്റെ അടിസ്ഥാന കല്ലുകളിലേക്ക് ഉരുകി ഇറങ്ങുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ ആ സ്വർണം ശേഖരിക്കേണ്ടതിന് വേണ്ടി ആ കല്ലുകൾ എല്ലാം മാറ്റപ്പെട്ട് അത് ശത്രു കൊണ്ടുപോയി എന്നാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് ഓർക്കണം. എന്താണ് പറഞ്ഞത്? കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. അപ്പോൾ ഒരു ഇത്രയും ശ്രേഷ്ഠമേറിയൊരു കെട്ടിടത്തെക്കുറിച്ചൊരു ദൈവാലയത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്
യഹൂദിന് വളരെ ഇടർച്ചയുണ്ടാക്കുവാൻ ഇടയായിട്ട് തീർന്നെങ്കിലും അതൊരു വലിയ സത്യമായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് ആ വാക്കുകൾ ചരിത്രത്തിൽ നിറവേറുവാൻ ഇടയായിട്ട് തീർന്നു. ഞാനിന്ന് രാത്രിയിൽ ചേർത്തൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ അങ്ങനെ ചരിത്രത്തിൽ നിറവേറുവാനിടയായിട്ട് തീർന്നെങ്കിൽ ഇനി നിറവേറാത്ത കാര്യങ്ങളും വളരെ കൃത്യമായി നിവർത്തിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായൊരു തെളിവായിട്ടാണത് ഇരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ആദ്യത്തെ വരവിനെക്കുറിച്ച് എത്രയോ പ്രവചനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ധാരാളം പ്രവചനങ്ങളുണ്ടായിരുന്നു. ആ പ്രവചനങ്ങളുടെ എല്ലാം നിവൃത്തിയായിട്ടാണ് നമ്മുടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ആദ്യ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ വളരെ കൃത്യമായി നിവർത്തിക്കപ്പെട്ടെങ്കിൽ രണ്ടാം വരവിനെക്കുറിച്ചുള്ളതായ പ്രവചനങ്ങൾ, ഇനിയും നിവർത്തിക്കപ്പെടാനുള്ള പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടും എന്നുള്ളതായ ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ കർത്താവ് ഈ വീണ്ടും വരവിനെക്കുറിച്ചുള്ളതായ സത്യങ്ങൾ വിശദീകരിക്കുന്നതിൻ്റെ ഇടയിലും കർത്താവ് പറയുന്ന വചനം അതിൽ തന്നെ എത്രയോ ശ്രേഷ്ഠമാണ്, എത്ര മഹത്തരമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഈ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല എന്നുള്ളത് നമ്മുടെ കർത്താവ് വ്യക്തമാക്കിയതിൻ്റെ മഹത്വം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാണപ്രിയൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ വെളിപ്പെടുത്തലുകളിലെ ഒത്തിരി സത്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് ഈ പഠനത്തിൽ മുൻപോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ മനോഹരമായൊരു പ്രസ്താവന നമ്മുടെ കർത്താവ് നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 24-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. അപ്പം നമ്മുടെ കർത്താവ് തൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്ന നിലയിൽ നമ്മുടെ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ മിന്നൽ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചൊരു മുന്നറിയിപ്പ് തന്നിട്ടല്ല, പിന്നെയോ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആയിരിക്കും മിന്നലും ഇടിയും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ അധ്യായത്തിൽ കർത്താവ് വീണ്ടും വരവിനെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചുള്ള മുന്നറിയിപ്പ് ഇല്ലാതെ തന്നെ ആ കാര്യം സംഭവിക്കും എന്നുള്ളത് അനേക വാക്യങ്ങളിൽ ഈ അധ്യായത്തിൽ ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏത് നാഴികയിൽ വരുമെന്നാണ് കർത്താവ് പറഞ്ഞത്? ഓർക്കുന്നുണ്ട് ആ പ്രയോഗം? നനയ്ക്കാത്ത നാഴികയിൽ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ നനയ്ക്കാത്ത സമയത്ത്, ഒട്ടും പ്രതീക്ഷിക്കാത്തതായ സമയത്ത് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മുടെ കർത്താവ് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതിനാൽ എപ്പോഴും ആ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ അധ്യായത്തിലാണല്ലോ
നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും എന്ന് കർത്താവ് പറയുന്നത്. അപ്പോൾ അവിടെ ആ വാക്യം വിശദീകരിക്കുമ്പോൾ തന്നെ ഈ വലിയ സത്യം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം, അടുത്ത വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവർ അറിഞ്ഞതുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ചോദ്യങ്ങൾ ചിലപ്പോൾ തിരിച്ച് ചോദിക്കാനുണ്ട്. കാരണം നോഹ എത്രയോ വർഷങ്ങളായിട്ട് ആ പ്രസംഗം പറയുന്നുണ്ട്. അതുപോലെ ജലപ്രളയം വന്നാൽ അതിനുള്ള ഒരുക്കത്തിനു വേണ്ടിയുള്ള പെട്ടകം ഉണ്ടാക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എന്താ ദൈവാത്മാവ് അങ്ങനെ പറയാൻ കാരണം? ഈ കാര്യങ്ങളും പ്രസംഗവും അതുപോലെ ഈ പെട്ടകത്തിൻ്റെ പണിയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ തലമുറ ഈ കാര്യം സംഭവിക്കും എന്ന് വിശ്വസിച്ചില്ല. അതുകൊണ്ട് ദൈവാത്മാവ് നമ്മുടെ കർത്താവ് രേഖപ്പെടുത്തുകയാണ്, ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. ഞാനിന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത ഏറ്റവും സമാഗതമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ഒരുങ്ങത്തക്കവണ്ണമുള്ളതായ എല്ലാ തിരുവെഴുത്തുകളും നമ്മുടെ കയ്യിൽ ഉണ്ട്. നമുക്കത് അറിയുകയും ചെയ്യാം. പക്ഷേ നമ്മൾ പലപ്പോഴും അതൊന്നും ഇപ്പോൾ സംഭവിക്കുകയില്ല എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്നതിനുള്ളതായ എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നനയ്ക്കാത്ത നാഴികയിൽ നമ്മുടെ കർത്താവ് വന്നു എന്ന് വരാതിരിക്കത്തക്കവണ്ണം ആ വരവിനെ നോക്കിപ്പാർത്ത് ഒരുക്കത്തോടു കൂടി ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്തൃമേശയെക്കുറിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ പറയുമ്പോൾ ഒരു കാര്യം ചേർത്ത് പറയാം. കർത്തൃമേശയെക്കുറിച്ച് അന്ന് ഇവിടെ പഠിപ്പിച്ചപ്പോഴും അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ ദിവസങ്ങൾ അത് കൂടെ പറയുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരാൾ ഒരുങ്ങി ജീവിക്കാൻ ആഗ്രഹിച്ചാൽ വേറെ ഒത്തിരി ബന്ധപ്പാടുകളിലേക്ക് ഒരുക്കത്തിലേക്ക് ഒന്നും പോകണമെന്നില്ല. ഇന്നലെയും നമ്മളിവിടെ ആചരിക്കാനിടയായിട്ട് തീർന്ന കർത്തൃമേശ എല്ലാ യോഗ്യതയോടും കൂടെ ഒരു ദൈവ പൈതൽ ആചരിക്കാൻ ഇടയായിട്ട് തീർന്നാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി വേറെ ഒരു ഒരുക്കം ആവശ്യമായിട്ട് വരികയില്ല. അതുകൊണ്ട് എല്ലാ കർത്തൃദിവസത്തിലും നാം കർത്താവിൻ്റെ മേശ ആചരിക്കുമ്പോൾ നമുക്ക് എല്ലാ ഒരുക്കത്തോടും കൂടെ എല്ലാ യോഗ്യതയോടും കൂടെ കർത്താവിൻ്റെ മേശയിൽ നമ്മൾ പങ്കുകാരായിട്ട് തീരുന്നു എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് സാധിക്കട്ടെ. അതൊരു പ്രത്യാശയുടെ അനുഷ്ഠാനമാണെന്നുള്ളത് നമ്മൾ എത്രയോ നാളുകളായിട്ട് ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ എന്നുവരെയാണ് കർത്തൃമേശ ആചരിക്കുന്നത്? നമ്മുടെ കർത്താവ് വരുവോളം. അതുകൊണ്ട് ഓരോ കർത്തൃമേശ ആചരണത്തിനും നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ളതായ ആ വലിയ ഉൾക്കാഴ്ചയെ പുതുക്കി ഒരുക്കത്തോടെ കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. മറ്റൊരു കാര്യം കൂടി ഞാൻ ആ വാക്യത്തിൽ നിന്നെടുത്ത് പറയുകയാണ്. മിന്നൽ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം എത്താനായിട്ട് എത്ര മണിക്കൂർ വേണ്ടി വരും? ഒരു നിമിഷാർത്ഥം മതി. വെളിച്ചത്തിൻ്റെ വേഗതയും ഒക്കെ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിക്കാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതൊന്നും പ്രത്യേകിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഞാൻ ഓർത്ത ഒരു കാര്യം, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത അപ്രതീക്ഷിതമായ സമയത്ത് ഉണ്ടാകാം എന്ന് മാത്രമല്ല, ആ പ്രത്യക്ഷതയിൽ സാധിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിമിഷത്തിനുള്ളിൽ സാധിക്കും എന്നുള്ളതായ വലിയ സത്യം നമ്മുടെ കർത്താവ് പറഞ്ഞ് ഈ പ്രയോഗത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യം ഒന്ന് ചേർത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്.
നമുക്കറിയാം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ ഈ ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം എത്ര സമയം കൊണ്ട് നടക്കും എന്നുള്ളതായ കാര്യം അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനോഹരമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ആ ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ആ വാക്യം ഒന്ന് വായിച്ച് പോകാം എന്ന് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 51-52 വാക്യങ്ങളിൽ ആ രൂപാന്തരം നടക്കുന്നതായ ആ സമയത്തെക്കുറിച്ചുള്ളതായ വളരെ മനോഹരമായൊരു പ്രയോഗം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വായിച്ചാട്ടെ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം എത്ര മനോഹരമായ ഒരു പ്രയോഗമാണ്. പ്രയോഗം എന്താണ് അവിടെ? അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ. ഞാനിന്ന് ആ വാക്യം വായിച്ചപ്പോൾ അത്ഭുതത്തോടെ ഓർത്തൊരു കാര്യം, കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എല്ലാവരും രൂപാന്തരപ്പെടും. ഒരു ക്യൂവിൽ നിന്നാണ് ആ രൂപാന്തരം നടക്കുന്നത് എന്ന് വരികിൽ എത്രയോ സമയം അതിന് വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ബൊഫേ സിസ്റ്റത്തിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ക്യൂ കണ്ടാൽ നമുക്ക് ക്യൂവിൽ കയറി നിൽക്കാൻ പോലും വിഷമം തോന്നും. എന്തോരം നേരം നിന്നാലാ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്, നാം എല്ലാവരും കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടും. കോടാനുകോടി വിശുദ്ധന്മാർ ഒരു നിമിഷത്തിൽ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടും എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തിൻ്റെ വിശദീകരണം ഒത്തിരി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഏറ്റവും അധികം വായിച്ച് കേൾക്കുന്നതായ വാക്യമാണിത്. പ്രത്യേകിച്ച് നമ്മൾ ശവസംസ്കാരത്തിനുമൊക്കെ ഈ വാക്യങ്ങൾ ആവർത്തിച്ച് വായിച്ച് കേൾക്കാറുണ്ടല്ലോ. എങ്കിലും ഒരു വ്യത്യസ്തത ഞാൻ അവിടെ ഒന്ന് എടുത്ത് പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. 51-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ എഴുതുന്നുണ്ട്, ഇതൊരു മർമ്മമാണ്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. വേദപുസ്തകത്തിൽ മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല, പിന്നെ ഒരിക്കൽ മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നതുമായ കാര്യമാണ് മർമ്മം എന്നുള്ളതായ ആ മനോഹരമായ പ്രയോഗത്തിൽ തിരുവെഴുത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടതുമായിരിക്കുന്നതായ കാര്യം? നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവ് എന്നുള്ളത് ഒരു മർമ്മമല്ല. പിന്നെയോ ഇത് പഴയ നിയമത്തിലൊക്കെ നമ്മൾ ധാരാളം കാണുന്നതായ കാര്യമാണ്. ഇതിനെക്കുറിച്ച് ആദ്യം ആരാ പ്രവചിച്ചതെന്ന് പുതിയ നിയമത്തിൽ ഒരു പരാമർശമുണ്ട്. ഓർക്കുണ്ടോ ആരാണെന്ന്? യൂദയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 14-15 വാക്യങ്ങളിൽ, ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ പ്രവചിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലും യേശുക്രിസ്തുവിൻ്റെ വരവ് മറഞ്ഞിരുന്നതായ കാര്യമല്ല. യെശയ്യാപ്രവചനത്തിലൊക്കെ വരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് മാത്രമല്ല, ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ളതായ എത്രയോ സവിസ്തരമായ വിശദാംശങ്ങളാണ് പ്രവാചകനിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ആദ്യം വരുന്നതിന് മുമ്പേ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുക. പക്ഷേ നമ്മൾ വായിച്ച വാക്യത്തിന്
തിരുവെഴുത്തിൽ വളരെ പ്രാധാന്യമുള്ളതായൊരു വാക്യമാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. യേശുക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതല്ല മർമ്മമായിട്ട് പറയുന്നത്. പിന്നെ നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഈ വാക്യം കൊരിന്ത് സഭയിൽ വായിച്ചപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോയി കാണും. കാരണം അവിടെ വായിക്കുന്നത് നാം എല്ലാവരും മരിക്കയില്ല. ആ സഭയിൽ ഈ ലേഖനം വായിക്കുമ്പോൾ ആ വാചകം അവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കാണും. ഇന്നും ഈ വാചകം അനേകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ വാചകമാണ്. സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്? ഒരിക്കലേവനും മരിക്കും നിശ്ചയം, ഒരുങ്ങെല്ലാവനും മരിക്കും. നമ്മളും പാടാറുണ്ട്. അങ്ങനെ പാടാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളത്. ഈ ലോകം, പ്രത്യേകിച്ചും പ്രത്യാശയില്ലാത്ത ആളുകൾ എപ്പോഴും അത് മാത്രമേ ചിന്തിക്കാനായിട്ട് അവർക്ക് കഴിയുകയുള്ളൂ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ പ്രത്യാശ അതിൽ തന്നെ എത്രയോ മഹത്തരമാണ്. ദൈവത്തിൻ്റെ ദാസൻ രേഖപ്പെടുത്തുകയാണ്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, നാം എല്ലാവരും മരിക്കുകയില്ല. പിന്നെയോ നമ്മുടെ കർത്താവ് വരുമ്പോൾ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ മരണം കൂടാതെ രൂപാന്തരപ്പെട്ടവരായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ കർത്താവിൻ്റെ വരവ് എന്നുള്ളത് അതിൽ തന്നെ എത്രയോ മഹത്തരമായ പ്രത്യാശയായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിവിടെ ചേർത്തൊരു വാക്ക് ചേർത്ത് പറഞ്ഞു പോകട്ടെ. ഈ രൂപാന്തരത്തെക്കുറിച്ച് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ വിശദീകരിക്കുന്ന വാക്കുകൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാക്യം അറിയാമെന്നുള്ളത് കൊണ്ട് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇന്ന് രാത്രി പോകണ്ട എന്ന് വിചാരിക്കുകയാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശ എത്രയോ ശ്രേഷ്ഠമാണ്. നമ്മൾ ഈ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത സംഭവിക്കുന്നു എന്ന് വരികിൽ ഈ വാക്കുകൾ അതുപോലെ നിറവേറാനുള്ളതാണ്. കാരണം ആ സത്യം ഒന്ന് ഊന്നിപ്പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്ത വചനമാണ് നമ്മുടെ കർത്താവ് നൽകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആ വാക്യത്തിൻ്റെ അടുത്ത വാക്യം കൂടി അറിയാവുന്ന വാക്യമെങ്കിലും പറഞ്ഞു പോവുകയാണ്. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ളതായ വചനങ്ങൾ അതുപോലെ നിവർത്തിക്കപ്പെടാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് അതുപോലെ വിശ്വസിക്കാം, കൃത്യമായിട്ട് അത് ആചരിച്ച് നമ്മുടെ പ്രാണപ്രിയൻ്റെ പ്രത്യക്ഷതയ്ക്കു വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് മുന്നറിയിപ്പ് കൂടാതെ സംഭവിക്കും. വരുമ്പോൾ സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം നൊടിയിടയിൽ, കണ്ണിമയ്ക്കുന്നിടയിൽ നിർവഹിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശയുടെ മഹത്വം നമുക്ക് ഉൾക്കൊണ്ട് ആ വരവിന് വേണ്ടി ഒരുക്കത്തോടെ ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് സമൃദ്ധിയായ ദൈവകൃപ നൽകട്ടെ. ഒരു കാര്യം കൂടി ഞാൻ വീണ്ടും വരവിനോടുള്ള ബന്ധത്തിൽ ഈ അധ്യായത്തിൽ നിന്ന് എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. 24-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വചനത്തോടുള്ള ബന്ധമുള്ളതായ ആ കാര്യം വായിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. 36-ാമത്തെ വാക്യം നമ്മുടെ കർത്താവ് ഈ വചനത്തിൻ്റെ കൃത്യത പറഞ്ഞിട്ട് പിന്നെ ഏറ്റവും അടുത്ത് പറഞ്ഞ കാര്യം, അതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടല്ലോ. നമ്മൾ ലൂക്കോസ് 16 ചിന്തിച്ചപ്പോഴും അത് ഓർത്തല്ലോ. വചനത്തിൻ്റെ കൃത്യത 16-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് 18-ാമത്തെ വാക്യത്തിൽ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. 19 മുതലുള്ള വാക്യങ്ങളിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു.
ഈ മത്തായി 24:35 വാക്യത്തിൽ വചനത്തിൻ്റെ കൃത്യത പറഞ്ഞിട്ട് 36 വാക്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞകാല ചരിത്രത്തിൽ അനേകർ തെറ്റിപ്പോയ ഒരു കാര്യം നമ്മുടെ കർത്താവ് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് ചില വാക്കുകൾ ഓർത്തു പോകാം എന്ന് കരുതുന്നു. 24 അധ്യായത്തിൻ്റെ 36 വാക്യം ഒന്ന് വായിച്ചോളൂ. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗ്ഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അപ്പോൾ അവിടെ ഈ 35 വാക്യത്തിൽ ഈ വചനത്തിൻ്റെ കൃത്യത നമ്മുടെ കർത്താവ് ഉറപ്പിച്ച് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വരുന്ന സമയത്തെ സംബന്ധിക്കുന്ന വ്യക്തമായ വെളിപ്പെടുത്തൽ നൽകുകയാണ്. നമുക്കറിയാം, ഒരാൾ വരുമെന്ന് പറഞ്ഞാൽ എപ്പോൾ വരും എന്നുള്ളതാണ് നമ്മൾ അധികം പ്രാധാന്യത്തോടെ ചിന്തിക്കാറുള്ളത്. സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് കർത്താവിടെ പറയുമ്പോൾ തന്നെ ആ വരുന്ന സമയം വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഈ വാക്യത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ടും കാണുകയാണ്. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നുള്ളത് നമ്മുടെ കർത്താവ് അവിടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഞാനൊരു മുന്നറിയിപ്പ് പറയാനിടയായിട്ട് തീർന്നത്. നമ്മുടെ കർത്താവ് വരുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ വരുന്ന സമയം സ്വർഗത്തിലെ ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ അത് രഹസ്യമായി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ നാളുകളിലുമൊക്കെ ഈ സമയം കണക്ക് കൂട്ടുകയും അതിനാൽ തെറ്റിപ്പോവുകയും ചെയ്തതായ എത്രയോ ആളുകളെ കഴിഞ്ഞകാല ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനത് ഉദാഹരിക്കാനോ അങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ പറയാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. കുന്നുക്കുടിയിൽ പോലും വിശ്വാസത്തിൽ വന്ന ഒരാൾ ഈ കാര്യത്തിൽ തൻ്റെ തീഷ്ണതയുടെ നടുവിൽ തെറ്റിപ്പോയി എന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ട ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ പിതാവ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അനേകവട്ടം പറഞ്ഞിട്ടുള്ളതായ ഒരു കാര്യമാണിത്. ഇദ്ദേഹത്തിന് ആ വീണ്ടും വരവിനെക്കുറിച്ചുള്ളതായ ആ ഉത്സാഹം മനസ്സിൽ വർദ്ധിച്ചപ്പോൾ, അന്ന് സാധാരണ കപ്പ കൃഷിയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഈ വർഷം കപ്പ നടണ്ട, കാരണം അടുത്ത വർഷം കപ്പ പറിക്കുന്നത് വരെ കർത്താവിൻ്റെ വരവ് താമസിക്കുകയില്ല എന്ന് താൻ വിചാരിക്കുകയും അത് പലരോടും പറയുകയും ഒക്കെ ചെയ്യാനിടയായിട്ട് തീർന്നു. ഇത് പിതാവ് ഒത്തിരി വിശദമായി പറഞ്ഞതാകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അത് ഓർക്കാറുണ്ട്. തൻ്റെ കൊച്ചുമക്കളെയൊക്കെ കാണുമ്പോൾ ഇപ്പോഴും അത് എൻ്റെ ഓർമ്മയിൽ ഈ ചരിത്രം വരാറുണ്ട്. പ്രിയപ്പെട്ടവരെയും ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ആ വർഷം കൃഷി ചെയ്തില്ല, കർത്താവ് വന്നുമില്ല, താൻ വളരെ ദുഃഖിതനായിട്ട് തീർന്നു. പിന്നെ ഞാൻ കാണുമ്പോൾ അദ്ദേഹം വിശ്വാസബന്ധത്തിൽ നിന്നൊക്കെ പിന്മാറിപ്പോയ അവസ്ഥയിലാണ് കാണാനിടയായിട്ട് തീർന്നത്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് ഇത് പറഞ്ഞപ്പോൾ എന്ത് കൃത്യമായിട്ടാണ് പറഞ്ഞത്. ആ നാളും നാഴികയും പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്നതാണ്. കർത്താവ് അതിൻ്റെ മുമ്പ് ഈ വചനത്തിൻ്റെ കൃത്യത പറഞ്ഞുറപ്പിച്ചിട്ടാണ് ഇത് പറയാൻ ഇടയായിട്ട് തീർന്നത്. ഞാൻ പറയാനൊരു മുന്നറിയിപ്പ് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ഒരു മുന്നറിയിപ്പ് തന്നാൽ അതതുപോലെ ഏറ്റെടുത്ത് സൂക്ഷിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ വഴിയിൽ തെറ്റിപ്പോയ അനേകരെ നമുക്ക് കഴിഞ്ഞകാല ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. ഇന്ന് വരുമെന്നുള്ള പ്രതീക്ഷയോടും ആ പ്രത്യാശയുടെ പ്രിയത്തിലും നമുക്ക് ജീവിക്കാം. പക്ഷേ എന്ന് വരുമെന്ന് നമ്മൾ ആരും പറയാൻ ശ്രമിക്കരുത്. അത് പറയാൻ അനുവാദമില്ലാത്ത കാര്യമായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ
എല്ലാ സൂക്ഷ്മതയിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ ഞാനൊരു ദൂത് ചേർത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് വരവിൻ്റെ സമയം വെളിപ്പെടുത്താതിരുന്നത് എന്നുള്ളതിൻ്റെ സ്വർഗീയ ജ്ഞാനം 24-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിക്കും. അപ്പോൾ അവിടെ പറയുന്നതായ കാര്യം ഏതു ദിവസത്തിൽ വരുന്നു എന്ന് അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കാരണം കർത്താവ് തൻ്റെ പ്രത്യക്ഷതയുടെ സമയം വെളിപ്പെടുത്തിയില്ല എന്നുള്ളത് ഉന്നതമായ സ്വർഗീയമായ ജ്ഞാനമായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതിൻ്റെ ജ്ഞാനം നിങ്ങൾക്ക് മനസ്സിലായി കാണും. 1-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തു ഭക്തന്മാർ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത തങ്ങളുടെ ജീവകാലത്ത് സംഭവിക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ച് ആ വരവിനു വേണ്ടി ഒരുക്കത്തോടെ ജീവിക്കുകയായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്യം വായിക്കേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വ്യക്തിപരമായ കാര്യമാണ് പറയുന്നത്. ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുടെ ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ സമയം വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് 1-ാം നൂറ്റാണ്ട് മുതൽ കോടിക്കണക്കിന് ഭക്തന്മാർ ഈ കിരീടത്തിന് അർഹരായി തങ്ങളുടെ ജീവിതകാലത്ത് ജീവിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമയം വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിൽ വ്യാപരിക്കപ്പെടുന്നതായ ആ ഉന്നതമായ സ്വർഗീയ ജ്ഞാനം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ഞാനൊരു ഉപദേശത്തിൻ്റെ വ്യക്തത ഇവിടെ ഒന്ന് എടുത്തു പറയാം. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത ഏത് സമയത്തും ഉണ്ടാകാം എന്നുള്ളതായ ആ പ്രതീക്ഷയോടുകൂടിയാണ് 1-ാം നൂറ്റാണ്ട് മുതൽ ഭക്തന്മാർ ജീവിച്ചത്. ഇതിന് നമ്മൾ ഉദാഹരണം തെളിവായി പറയുന്ന ഒരു 3 റെഫറൻസുകൾ ഞാനൊന്ന് പറയാം. ആ റെഫറൻസ് കുറിച്ചിട്ടാൽ മതി, നമുക്കെല്ലാവർക്കും തന്നെ മനപ്പാഠം അറിയാവുന്ന വാക്യങ്ങളാണ്. 1 Corinthians 15-51-52 നമ്മൾ ആദ്യം വായിക്കാനിടയായിട്ട് തീർന്നല്ലോ. അവിടെ ആ മർമ്മം വെളിപ്പെടുത്തുമ്പോൾ 3 വട്ടം എഴുത്തുകാരനായ പൗലോസ് ഒരു സത്യം ആവർത്തിച്ചിരിക്കുന്ന വാക്കുകൾ മാത്രം ഞാനൊരു സന്തോഷത്തിന് വേണ്ടി എടുത്തു പറയുക. നാം എല്ലാവരും നിദ്ര കൊള്ളുകയും. ഇപ്പോൾ പൗലോസ് അവിടെ എന്താ പറയുന്നത്? ഒരു കൂട്ടം ആളുകൾ നിദ്ര കൊള്ളുകയില്ല. ആ കൂട്ടത്തിൽ ആരും ഉണ്ടായിരിക്കും, ഞാനും ഉണ്ടായിരിക്കും. അപ്പോൾ പൗലോസ് ആ പ്രത്യാശയുടെ സമൃദ്ധിയിലാണ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമാണ് റോമാലേഖനത്തിലുള്ളത്, ആ സമൃദ്ധിയിലാണ് ആ ദൈവത്തിൻ്റെ ദാസൻ ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ആ വാക്യത്തിൽ തന്നെ നാം കാണുന്നു, നാം എല്ലാവരും രൂപാന്തരപ്പെടും. പിന്നെ ആ വാക്യത്തിൽ തന്നെ നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്ന് ഒടുവിലത്തെ വാചകത്തിൽ എടുത്തു പറയുക. ഞാനിന്ന് ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, ഈ 2 വാക്യങ്ങളിലായി അപ്പോസ്തലനായ പൗലോസ് 3 വട്ടം താൻ രൂപാന്തരപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആയിരിക്കും എന്നുള്ളതായ തൻ്റെ പ്രത്യാശയിലുള്ള പ്രിയം എത്രയോ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക.
അപ്പോൾ ഞാനിന്ന് രാത്രി പറയട്ടെ, നമ്മളാരും മരണത്തെ പ്രതീക്ഷിച്ച് ജീവിക്കേണ്ട ആളുകൾ അല്ല. പിന്നെയോ നമുക്കുന്നതമായ പ്രത്യാശയാണ് സ്വർഗത്തിലെ ദൈവം തന്നിട്ടുള്ളത്. അതുകൊണ്ട് നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത ഉണ്ടാകും എന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്ക് ആ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഈ കിരീടത്തിന് അർഹരായി തീരുവാൻ സാധിക്കുകയുള്ളൂ. 2 റെഫറൻസോടെ എഴുതിയിട്ടുള്ളൂ. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ രേഖപ്പെടുത്തുകയാണല്ലോ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്നുള്ളതായ കാര്യം, താനും ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവനാണ് എന്നുള്ളതായ സത്യം അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. ഒരു വേദഭാഗം കൂടി നോട്ട് ചെയ്തിട്ടുള്ളൂ. തെസ്സലോനിക്കയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ദാസൻ ആ സഭയിൽ ചിലർ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വിശദീകരിക്കുകയാണ്. ഈ മരിച്ചു പോകുന്ന ആളിൽ എങ്ങോട്ടൊക്കെ പോകുന്നു, അവരുടെ ഭാവി എന്താണ് എന്നുള്ളത് നമുക്കിന്ന് അറിയാവുന്നതുപോലെ അവർക്ക് അറിയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന് ശേഷമുള്ളതായ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. 16-17 വാക്യങ്ങൾ നമുക്കെല്ലാം മനഃപ്പാഠം അറിയാവുന്ന വാക്യങ്ങളാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. അടുത്ത വാചകം, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പൗലോസ് അവിടെ ആ ജീവനോടെ ശേഷിച്ച് രൂപാന്തരപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് എന്നുള്ളത് എത്രയോ വ്യക്തമായി രേഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസിന് ആ കിരീടം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം ആ പ്രത്യാശയുടെ പ്രിയത്തിലാണ് ആ ദൈവദാസൻ തൻ്റെ ജീവിതം ചെലവിടുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് വീണ്ടും വരവിനെക്കുറിച്ചുള്ള സത്യങ്ങൾ വിശദമായിട്ട് പറയുന്നതിന് മുൻപ് ആകാശവും ഭൂമിയും നീങ്ങിപ്പോകും, എൻ്റെ വചനങ്ങളോ നീങ്ങിപ്പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സത്യത്തെ എത്രയോ വ്യക്തമായിട്ട് ഉറപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് രാത്രിയിൽ ഈ വചനം അതുപോലെ വിശ്വസിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമുക്ക് ഈ പ്രത്യക്ഷയിൽ പ്രിയം വെച്ചവരായിട്ട് ജീവിക്കാൻ സാധിച്ചാൽ ജീവകിരീടത്തിന് അർഹരായിട്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ ഒരുക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളങ്ങനെ പ്രതീക്ഷിച്ചു കർത്താവ് വന്നില്ലെന്ന് കരുതി നമുക്കൊരു നഷ്ടവുമില്ല, പൗലോസിനൊരു നഷ്ടവുമില്ല. കാരണം പൗലോസ് നിത്യതയിൽ ഏറെ ആദരിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞ് ഈ ക്ലാസ് ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രത്യക്ഷതയിലുള്ള പ്രിയം നമ്മുടെ ജീവിതത്തെ കർത്താവിന് ഏറ്റവും പ്രസാദകരമാക്കി തീർക്കും. ആ പ്രിയം ഇല്ലാതെ വരുമ്പോൾ ഈ വചനം വിശ്വാസ്യമല്ലാതായി തീരുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. ഒരു മുന്നറിയിപ്പായിട്ട് ഞാൻ ആദ്യം അത് പറയാം. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് അറിയാമെങ്കിലും നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അവൻ്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിക്കുന്ന പരിഹാസികളോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ആ വാക്യം വായിക്കുമ്പോൾ അതവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണേ. വായിക്കാം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ
പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവിടെ പ്രത്യക്ഷന്റെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിക്കുന്ന ആളുകൾ, ആ വാഗ്ദത്തത്തെ സംശയിക്കുന്ന ആളുകൾ അവരുടെ ജീവിതം കൊണ്ട് അവരുടെ സംശയം വെളിപ്പെടുത്തുകയാണ്. അവരെങ്ങനെ ജീവിക്കുമെന്ന് അവിടെ പറഞ്ഞേക്കണേ. ജീവിതത്തിൻ്റെ ഒരു തത്വം അവിടെ പറയുന്നുണ്ടല്ലോ, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് ജീവിക്കും. ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാനിന്ന് രാത്രി ഭയത്തോടെ ഒരു വാചകം പറയാം. നമ്മൾ നമ്മുടെ സ്വന്തം മോഹങ്ങളെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ലെങ്കിലും നമ്മുടെ പ്രത്യാശ മങ്ങിയതാണെന്നുള്ളത് നമ്മുടെ ജീവിതം വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുകയാണ്. പിന്നെ മറുവശം ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു, അവരിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിച്ച് ജീവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രത്യക്ഷതയുള്ള പ്രിയത്തിൽ ഓരോ ദിവസവും ജീവിക്കാം. ഒരു വാക്യം കൂടി അറിയാവുന്ന വാക്യം പറഞ്ഞ് ഞാൻ നിർത്താം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് വീണ്ടും വരവിൻ്റെ വാഗ്ദത്തം പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, നാം ഈ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നാം ഈ വചനം ഏത് വില കൊടുത്തും പ്രമാണിക്കുവാൻ ഒരുക്കമുള്ളവർ ആയിരിക്കും. വചനത്തോടുള്ള വിശ്വസ്തത, അനുസരണം നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കും. പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തിയൊരു വാക്യം ഞാൻ ചേർത്ത് ഓർപ്പിക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഉപസംഹരിക്കട്ടെ, നമുക്ക് ഈ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ജീവിക്കാം. നമ്മുടെ ഈ പോർഷനിൽ നിന്ന് ഒരു കാര്യം കൂടി ഒന്ന് ചിന്തിക്കാനായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു നിർത്താം. ഒരു വലിയ തെറ്റിദ്ധാരണ അന്നത്തെ തലമുറയിൽ കർത്താവിനെക്കുറിച്ച് ഉണ്ടായിരുന്നു. അത് 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു വിശദീകരണം കൂടി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ് നമുക്ക് അടുത്ത പോർഷനിലേക്ക് കടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ഇതെത്ര മഹത്തരമാണ്. വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ വണ്ണം നിവർത്തിക്കപ്പെടാനുള്ളതാണ്. നമുക്കത് അതുപോലെ തന്നെ വിശ്വസിക്കാം, അത് പ്രമാണിച്ച് ജീവിക്കാം. അതിനെ അഴിക്കാനും പഠിപ്പിക്കാനും തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുവാനും നമ്മുടെ ജീവിതത്തിലുള്ള ദൈവപ്രസാദം നഷ്ടമാകാനും കാരണമായിട്ട് തീരും. എന്നാൽ അത് ആചരിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ക്രമപ്പെടുവാൻ അത് മുഖാന്തരമായിട്ട് തീരും. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തെ ഈ വലിയ ഉൾക്കാഴ്ചയോടുകൂടി വിശ്വസിച്ച് അനുസരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.